നമസ്കാരം. മുഖാമുഖത്തിൻ്റെ ഈ ലക്കത്തിൽ ഡോക്ടർ ഡി ബാബു പോൾ. സമൂഹത്തിൻ്റെ സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക ചലനങ്ങളിൽ എല്ലായ്പ്പോഴും വ്യക്തമായ നിലപാടുകൾ ഡോക്ടർ ബാബു പോൾ പങ്കുവെക്കാറുണ്ട്. കേരളത്തിൻ്റെ പുതിയ സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം മനസ്സ് തുറക്കുന്നു. വളരെ സ്നേഹത്തോടെ സ്വാഗതം. നമസ്കാരം. ആമുഖമായി കേരളത്തിലൊരു ഭരണമാറ്റം വന്നതിന് ശേഷമുള്ള ഒരു വർഷം പൂർത്തിയാകുന്നു. അങ്ങേക്ക് പെട്ടെന്ന് എന്തു മാറ്റമാണ് മുൻ സർക്കാരിൽ നിന്ന് ഈ സർക്കാരിൻ്റെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാനുള്ളത്? പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഒരു മാറ്റം മുഖ്യമന്ത്രി ഭരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം, ആജ്ഞാശക്തി, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ആവശ്യമായ ചർച്ചകൾ നടത്തുകയും തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ധീരമായി നടപ്പാക്കുകയും ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെ ഭരണരംഗത്ത് ഒരു പുതിയ മാറ്റം കുറിച്ചിരിക്കുന്നു. അത് കേരളത്തിൻ്റെ മുന്നണി രാഷ്ട്രീയം നിലവിലിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു മാറ്റമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഒപ്പം ചേർത്ത് പറയേണ്ട ഒരു സംഗതി, ഈ ഒരു വർഷത്തിനിടയ്ക്ക് ഒരു മന്ത്രിയെക്കുറിച്ച് പോലും വ്യക്തിപരമായി ഒരു അഴിമതി ആരോപണം ഉണ്ടായില്ല. അതും ഒരു ചെറിയ കാര്യമല്ല. ഈ രണ്ട് കാര്യങ്ങളാണ് പിണറായി സർക്കാരിനെ പ്രത്യേകമായി ഒരു വർഷത്തിനിടയിൽ അടയാളപ്പെടുത്തുന്നത് എന്നാണ് എൻ്റെ വിചാരം. പ്രതീക്ഷകളുടെ ഭാരത്തിനൊപ്പം സഞ്ചരിക്കാൻ കഴിയുന്നില്ല എന്നൊരു വിമർശനവും ചില വിവാദങ്ങളും ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ഒരു വർഷത്തെക്കുറിച്ച് പൊതുവെ ഒരു ധാരണയും സംസാരവും ഒക്കെ വന്നിരുന്നു. അത് ജാഗ്രത കുറവുകൊണ്ടുണ്ടായതാണോ അതോ പരിചയക്കുറവിൻ്റെതാണോ? പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല എന്ന ഒരു ചിന്ത എനിക്കില്ല. അമിതമായ പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയിരുന്ന ആളുകൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവാം. ഒബാമ ആദ്യം അമേരിക്കയിലെ രാഷ്ട്രപതി ആയപ്പോൾ അന്ന് ഞാൻ പറഞ്ഞതാണ്, ഇദ്ദേഹത്തിൻ്റെ അടുത്ത ഇലക്ഷൻ കുളവാകുന്ന ലക്ഷണമാണ്. കാരണം എല്ലാവർക്കും വലിയ പ്രതീക്ഷയാണ്. ഇത്രയും പ്രതീക്ഷയ്ക്കൊന്നും കാര്യമില്ല, ആ കസേരയിലിരുന്നാൽ അതിൻ്റെ പരിമിതികളുണ്ടെന്ന്. അങ്ങനെ തിരിച്ചറിയാൻ കഴിയുന്ന ആളുകൾക്ക് നിരാശയൊന്നുമില്ല. ഒരു വർഷം കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്തു. പിന്നെ ഇപ്പം മെട്രോ ഉദ്ഘാടനം ചെയ്ത് പിണറായിയുടെ നേട്ടമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിരാശ കാണും. അല്ല, അങ്ങനെ അതിൻ്റെ മറുവശത്തിൽ അത് പിണറായിക്ക് പോലും അറിയാതെ പിണറായിയുടെ നേട്ടമല്ല, ഉമ്മൻചാണ്ടിയുടെയാണ്. യാദൃശ്ചികമായി അതിൻ്റെ ഉദ്ഘാടന സമയത്ത് അദ്ദേഹം അവിടെ വന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒരു വർഷമെന്ന് പറയുന്നത് കൊണ്ട് വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കുമെന്നുള്ളതല്ല, പക്ഷേ വലിയ തുടക്കങ്ങളുണ്ടായി എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നിരാശയില്ലാത്തത്. ഈ ജനകീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നല്ലോ കഴിഞ്ഞ ഒരു വർഷം വലിയ ചർച്ചകൾ ഉണ്ടായിട്ടുള്ളത്. അത് തിരുവനന്തപുരത്തെ ലോ അക്കാഡമിയുടെ സമരം മുതൽ ഇങ്ങോട്ട് മഹിജി എന്ന വീട്ടമ്മയുടെ സമരം, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുതുവൈപ്പിൽ നടക്കാൻ ഈ വിഷയങ്ങളിലൊക്കെ സർക്കാർ നിലപാട് ശരി അല്ലെങ്കിൽ തെറ്റ് എന്ന് നമ്മൾ പറയുന്നത് എന്ത് അളവുകോലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം? അല്ല, അതിന് നമ്മൾ സംസ്ഥാനത്തിൻ്റെ വിശാല താല്പര്യങ്ങളെയും 24 മണിക്കൂറിൽ ഒടുങ്ങുന്ന മാധ്യമ താല്പര്യങ്ങളെയും അനുവാചക കൗതുകങ്ങളെയും ഒക്കെ മാറ്റി നിർത്തിയിട്ട് വസ്തുനിഷ്ഠമായിട്ട് കാണാൻ ശ്രമിക്കണം. ലോ അക്കാഡമിയിലെ ഉണ്ടായ പ്രശ്നം തന്നെ അടിസ്ഥാനപരമായ പ്രശ്നം ആ ലോ അക്കാഡമിയുടെ അസ്തിത്വമാണ്. അത് സംബന്ധിച്ചൊരു തീരുമാനം എപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആരും ശ്രദ്ധിക്കില്ല. അതിലൊരു മാറ്റം വന്നിട്ടില്ല. അവിടുത്തെ അന്നത്തെ പ്രിൻസിപ്പാൾ മാറി എന്നുള്ളത് ഒഴിച്ചാൽ വാസ്തവത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കി ലോ അക്കാഡമിയെ സർക്കാർ ഏറ്റെടുക്കുകയാണ് വേണ്ടത്. നാരായണൻ നായർ എന്ന ഒരാളില്ലായിരുന്നെങ്കിൽ അത് ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഉള്ള ഒരു സർക്കാർ സ്ഥാപനമായിട്ട് വരട്ടെ. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈനാൻസ് എന്ന് പറയുന്നത് പോലെ നാരായണൻ നായർ അക്കാഡമി ഓഫ് ലീഗൽ സ്റ്റഡീസ് എന്ന പേരിൽ ഒരു സർക്കാർ സ്ഥാപനമായി നാഷണൽ ലോ സ്കൂൾ നിലവാരത്തിൽ നടത്താൻ കഴിയുന്നൊരു പ്രസ്ഥാനമായിട്ടത് വരണം. അതാണ് അതിൻ്റെ ആത്യന്തികമായിട്ട് ചെയ്യേണ്ടത്. ഈ സമൂഹം ആവശ്യപ്പെടുന്ന അതാണ്. നമ്മൾ സ്വാശ്രയ മുതലാളിമാർക്കെതിരായിട്ട് സമരം ചെയ്യുകയും ഒരാളുടെ സ്വന്തം നിലയ്ക്ക് ഇതുപോലൊരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ അനുവദിക്കുകയും ചെയ്യുന്നിടത്താണ് പശക്. അതേസമയത്ത് നാരായണൻ നായർ ഇല്ലെങ്കിൽ ഈ സ്ഥാപനം ഉണ്ടാവില്ല.
അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ചെറിയ ഷെഡിനകത്ത് തുടങ്ങിയ കാലം മുതൽ തിരുവനന്തപുരത്ത് എങ്ങനെയാണ് ഈ സ്ഥാപനം വളർന്നതെന്ന്. അതുകൊണ്ട് ആ സ്ഥാപനത്തിന് കോട്ടം കൂടാതെയും നാരായണൻ നായരോടുള്ള ആദരവ് നിലനിർത്തിക്കൊണ്ടും ഇതൊരു സർക്കാർ സ്ഥാപനമായാൽ മാത്രമേ ആത്യന്തികമായി ഇതിൻ്റെ പ്രശ്നം തീരുള്ളൂ. ഇതിപ്പോൾ ലക്ഷ്മി നായരോട് വിരോധമുള്ള ആളുകൾ ഇപ്പോൾ തൽക്കാലം അടങ്ങി എന്നുള്ളത് ശരി, അതുകൊണ്ട് പ്രശ്നം തീരുന്നില്ല. ഇങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പം മഹീജയുടെ വിഷയത്തിൽ തന്നെ അതല്ലേ, അത് അവിടെ ഒരു തർക്ക വിഷയമുണ്ട്. ഹൈക്കോടതിക്കൊരു നിലപാടുണ്ട്, സർക്കാരിനൊരു നിലപാടുണ്ട്, കുടുംബത്തിന് ചില ഭയങ്ങളുണ്ട്. അതിനൊക്കെ ഗവൺമെൻറ് നടപടികൾ എടുക്കുന്നുണ്ട്. അതിനകത്തൊന്നും വൈകാരികമായിട്ട് ഉള്ള ഒരു പ്രതികരണം കൊണ്ട് മാത്രം പ്രയോജനം ഉണ്ടാവുകയില്ല. പുതുവൈപ്പിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് സ്ഥലം വാങ്ങിച്ചാൽ ഒരു വലിയ റിസ്ക്കാണ്. ഞാൻ തിരുവനന്തപുരത്ത് സ്ഥലം വാങ്ങിച്ചത് 1966 മറ്റാണ്. പഠിത്തം കഴിഞ്ഞ് ഇവിടെ ഉദ്യോഗമായി ഇവിടെ തന്നെ ആയപ്പോൾ ആദ്യം കണ്ട മനോഹരമായൊരു സ്ഥലം എനിക്കിഷ്ടപ്പെട്ടെങ്കിലും എൻ്റെ വീട്ടുകാർക്ക്, അച്ഛനും അമ്മയ്ക്കും ഒന്നും ഇഷ്ടപ്പെടാതിരുന്നതിൻ്റെ കാരണം അതിന് തൊട്ടടുത്തൊരു വലിയ പെട്രോൾ പമ്പാണ്. അപ്പോൾ അതങ്ങാൻ പൊട്ടിത്തെറിച്ചാൽ എന്തു ചെയ്യും? പറയുമ്പോൾ ന്യായമല്ലേ. പക്ഷെ അതിനകത്തൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മനുഷ്യർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തല്ലേ ഒക്കുള്ളൂ. നമുക്കെല്ലാവർക്കും മൊബൈൽ ഫോൺ വേണം. വീടിൻ്റെ ചുറ്റുവട്ടത്ത് നല്ല റേഞ്ചും ഉണ്ടാവണം. പക്ഷേ മൊബൈൽ ടവർ അങ്ങങ്ങാണ്ട് വേണം. നമുക്കെല്ലാവർക്കും നല്ല റോഡ് വേണം. പക്ഷെ ആ റോഡ് എൻ്റെ വീടിനോട് ഏറ്റവും അടുത്ത് എൻ്റെ അയൽവക്കക്കാരൻ്റെ വീടിൻ്റെ പറമ്പിൽ കൂടെ വേണം പോകാൻ. ഈ സ്വാർത്ഥതയ്ക്കൊരു മറുമരുന്നാണ് ഉണ്ടാകേണ്ടത്. പുതുവൈപ്പിലെ ആളുകളുടെ അറിവുകേട് കൊണ്ടാണിത് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മത്സരം കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്നു വയ്ക്കുക. അവിടെ ഒരപകടം ഉണ്ടാകാതിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ ഒരപകടം ഉണ്ടാകാം. അതിന് ഞാൻ എൻജിനീയറിങ്ങും കണക്കുമൊക്കെ പഠിച്ച ആളാണ്. മാത്തമാറ്റിക്കൽ പ്രോബബിലിറ്റിക്ക് ഒരു കണക്കുണ്ട്. കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഉണ്ടാകുന്ന അത്രയും ആളുകൾ, അല്ലെങ്കിൽ 10 ലക്ഷം ആളുകൾ ഒരിടത്ത് കൂടിയാൽ ആ ആൾക്കൂട്ടത്തിൽ അപകടം സംഭവിക്കാനും സംഭവിച്ചാൽ മരണം സംഭവിക്കാനും ഇവിടെയുള്ളത് 40 പേർക്കാണ്. അതുപോലെ തന്നെയുള്ള പഠനം ഈ LNG ടെർമിനലുകളെക്കുറിച്ച് ലോകത്തിലുള്ള സുരക്ഷാ വിദഗ്ധന്മാർ നടത്തിയിട്ടുണ്ട്. ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ 10 ലക്ഷത്തിൽ 40 ആണെങ്കിൽ LNG ടെർമിനൽ 10 ലക്ഷത്തിൽ 1.5. അപ്പം അങ്ങനെ ഒരു റിസ്ക് മനുഷ്യൻ എടുക്കില്ല എന്ന് പറയും. മരിക്കുന്ന ആൾക്ക് ഒരാളായാലും 10 ആളായാലും വ്യത്യാസമല്ല എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ മാനുഷികം. നമുക്ക് വികസനം മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില തീരുമാനങ്ങൾ വേണ്ടേ?